വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങൾ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലകങ്ങളും സംയുക്തങ്ങളും. നമ്മൾ അതിൻ്റെ ഒരു 75% ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഇട്ടായിരുന്നു. അഥവാ എൻ്റെ കുറേ പേര് കമൻറ്റ് ബോക്സിൽ കണ്ടു നിങ്ങൾ എൻ്റെ ലിങ്കുകളൊന്നും കിട്ടുന്നില്ല, എല്ലാ ചാപ്റ്ററുകളൊന്നും കിട്ടുന്നില്ല എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അങ്ങ് എടുക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മുടെ ചാനൽ ബീനാസ് ലേണിംഗ് ക്ലാസ് എന്നുള്ള ചാനൽ എടുത്തിട്ട് നിങ്ങൾക്കത് സ്ക്രോൾ ചെയ്തെടുക്കാൻ അറിയില്ലേ, മേപ്പോട്ട് തന്നെ ഇങ്ങനെ മേപ്പോട്ട് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഏത് വിഷയമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്ത് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ അതായത് ഫസ്റ്റ് പാഠത്തിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഫുള്ള് രണ്ടാമത്തെ ചാപ്റ്റർ അതാണ്. കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഇത് ഫുള്ള് നോട്ടും ഉണ്ട്. പിന്നെ മാത്സ് ഫുള്ള് ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്റർ പകുതിയോളമായിട്ടുണ്ട്. ഒരുവിധമുള്ള ഇംഗ്ലീഷും ഹിന്ദി ഇട്ടിട്ടുണ്ടോ നിങ്ങളെ? ഹിന്ദി ഇട്ടിട്ടുണ്ട്, ഇംഗ്ലീഷേ ഉള്ളെന്ന് തോന്നി ഇടാത്തത്. ബാക്കിയുള്ള മലയാളത്തിൻ്റെയും രണ്ടാമത്തെ ചാപ്റ്റർ ഇട്ടാണ്. എന്നും എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ഇത് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ എക്സാമിന് മുമ്പേ നമ്മൾ എല്ലാ ചാപ്റ്ററുകളും ഇടുന്നുണ്ട്. ഇപ്പം മന്ത്ലി ടെസ്റ്റ് അല്ലേ, അപ്പോൾ എല്ലാത്തിൻ്റെയും 1ഉം 2ഉം പാഠമൊക്കെ അല്ലേ ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പം ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ നോക്കണേ കുഞ്ഞുങ്ങളെ, ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടുണ്ട്. കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതാണ്ട് എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സിംപ്ലർ കോമ്പോണൻസ് ത്രൂ കെമിക്കൽ പ്രോസസ്സ്. രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് സബ്സ്റ്റൻസ് വിച്ച് cannot be divided further into simpler substance are called elements. These are made up of the similar atoms contains molecules. എന്ന് വെച്ചാൽ മൂലകങ്ങൾ ഒരേ ഇനം ആറ്റങ്ങൾ മാത്രമുള്ള തന്മാത്രകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് കുഞ്ഞുങ്ങളെ മൂലകങ്ങൾ. ഇവയെ ലഘുവായ മറ്റു പദാർത്ഥങ്ങളായിട്ട് വിഭജിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ പാർട്ട് 1, 2, 3 എന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി നോക്കിയാൽ മതി, എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. മോളിക്യൂൾസ് ആർ ദ സ്മാളസ്റ്റ് ഇൻഡിപെൻഡന്റ് ആൻഡ് stable particles that have all the fundamental properties of a pure substance. Molecules have independent existence. Molecules are stable. Now molecules are produced by chemical reactions. Molecules are divisible. ഇത് നോട്ട് കിട്ടാത്തവർക്ക് വേണ്ടി അങ്ങ് പറയുവാണേ കുഞ്ഞുങ്ങളെ. ഇത് കേട്ട് ബോറടിക്കുന്നുള്ളവർ ബാക്കി തൊട്ട് കാണണം കേട്ടോ. തന്മാത്രകൾ എന്നാൽ എന്ത് കേൾക്കണമെന്ന് താല്പര്യമുള്ളവരും കാണും കേട്ടോ. ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. ഈ തന്മാത്രകൾക്ക് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്. തന്മാത്രകൾ സ്ഥിരതയുള്ളവയാണ്. രാസപ്രവർത്തനങ്ങൾ വഴിയാണ് ഇത് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നത്. തന്മാത്രകൾ എപ്പോഴും വിഭജിക്കാവുന്നതുമാണെന്നാണ് കേട്ടോ. ഇനി അതിൻ്റെ ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് ആവും നിങ്ങൾ ബേൺ എ പീസ് ഓഫ് മഗ്നീഷ്യം റിബൺ വിച്ച് ഈസ് സ്ക്രബ്ഡ് ക്ലീൻ. ഈ ചാപ്റ്റർ ഫുള്ള് പറയുന്നുണ്ടാവും നിങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ 2, 3, 4 പാർട്ടും ഒക്കെ ഇട്ടതാണ്. ഈ ചാപ്റ്റർ മൊത്തത്തിൽ പറയുന്നതുകൊണ്ടാണ് ഇതും കൂടി പറയുന്നത് കേട്ടോ. ഒബ്സർവേഷൻ നോക്കി, ഇറ്റ് ബേൺസ് വിച്ച് ഷൈനിങ് ഫ്ലെയിം എ വൈറ്റ് പവർ ഈസ് ഫോംഡ് റിസൾട്ടോ എ ന്യൂ സബ്സ്റ്റൻസ് മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. എന്ന് വെച്ചാൽ എന്താണെന്ന് മലയാളം നോക്കി, നന്നായി ഉരച്ച് വൃത്തിയാക്കിയ ഒരു മഗ്നീഷ്യം റിബൺ നമ്മൾ കത്തിക്കുക. നിരീക്ഷണം എന്താ, തിളങ്ങുന്ന ജ്വാലയോടെ അത് കത്തുന്നു. ഒരു വെളുത്ത പൊടി രൂപം എന്ത് ചെയ്യുന്നു, അവിടെ രൂപം കൊള്ളുന്നു. പിന്നെ ഫലം എന്തായിരിക്കും കുഞ്ഞുങ്ങളെ, അവിടെ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന വെളുത്ത പൊടി അവിടെ ഉണ്ടാകുന്നു എന്നതാണ്. നോക്കി രണ്ടാമത്തെ പരീക്ഷണം, ടേക്ക് സം ഷുഗർ ഇൻ എ ബോയിലിംഗ് ട്യൂബ് ആഫ്റ്റർ കവറിംഗ് മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ് വിത്ത് എ പീസ് ഓഫ് എ കോട്ടൺ ഹീറ്റ് ബോട്ടൺ ഓഫ് ദ ട്യൂബ് സ്ട്രോങ്ലി. സ്പീഡിൽ പോകുന്ന നമുക്ക് മൊത്തം വേണ്ടതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം നോട്ട് ഒട്ടും കിട്ടാത്തവർക്ക് വേണ്ടിയാണ്. നമ്മുടെ ഇതെല്ലാം നല്ലപോലെ വിശദീകരിച്ച് 1ഉം 2ഉം പാർട്ടിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് കയറി കാണണം കേട്ടോ. ഇത് ഞാൻ എഴുതാൻ വേണ്ടി മാത്രം ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഷുഗർ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ചാർക്കോൾ അല്ലേ, കാർബൺ. വാട്ടർ ഡ്രോപ്സ് ആർ ഫോംഡ് ഓൺ ദ സൈഡ് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്. റിസൾട്ട് വെൻ ഷുഗർ ഈസ് സ്ട്രോങ്ലി ഹീറ്റഡ് ഇറ്റ് ഡീകമ്പോസ്ഡ് ഇൻറ്റു കാർബൺ ആൻഡ് വാട്ടർ. പരീക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലയാളത്തിലാണ്. ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബ്, ബോയിലിംഗ് ട്യൂബിൽ അല്പം പഞ്ചസാര എടുക്കുക. ട്യൂബിൻ്റെ വായ്ഭാഗത്ത് ഒരു കഷ്ണം പഞ്ഞി വെക്കുക അല്ലേ. ഈ ബോയിലിംഗ് ട്യൂബിനെ ഏതാനും മിനിറ്റുകൾ ശക്തമായിട്ട് അങ്ങ് ചൂടാക്കുക. നമ്മൾ ഈ ഇംഗ്ലീഷ് പറഞ്ഞതിൻ്റെ മലയാളമാണേ. ഒബ്സർവേഷൻ അല്ലെ നിരീക്ഷണം എന്ന് വെച്ചാൽ പഞ്ചസാര കരി അല്ലാതെ കാർബൺ ആയിട്ട് അതങ്ങ് മാറുന്നു. തിളങ്ങുന്ന ട്യൂബിൻ്റെ വശങ്ങളിൽ ജലതുള്ളികൾ അപ്പം രൂപം കൊള്ളുന്നു. ഫലം എന്തായിരിക്കും കുഞ്ഞുങ്ങളെ, പഞ്ചസാര ശക്തമായി ചൂടാക്കുമ്പോൾ കാർബണും വെള്ളവും ജലവും ഒക്കെ ഉണ്ടാകുന്നു എന്നതാണ് കേട്ടോ. വെള്ളം എന്ന് വെച്ചാൽ ജലം, കാർബണും വെള്ളവും ഉണ്ടാകുന്നു. പരീക്ഷണം 3, പുട്ട് എ സ്മാൾ ക്ലീൻ പീസ് ഓഫ് മഗ്നീഷ്യം ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഇറ്റ്. കളക്ട് ദ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ്ഡ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിരിയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. പിന്നെ
ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ എ ഗ്യാസ് ഈസ് എന്താ ബബിൾഡ് അല്ലേ ഫ്രം ദ ടെസ്റ്റ് വെൻ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ഗ്യാസ് ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട് ആൾസോ വാട്ടർ ഡ്രോപ്പ് ആർ ഫോംഡ് ഓൺ ദ സൈഡ് ഓഫ് ദ വെസൽ അല്ലെ ടെസ്റ്റ് ട്യൂബ്. ഞാൻ സ്പീഡിൽ പറയുന്നുണ്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയില്ലേ കുഞ്ഞുങ്ങളെ, നമ്മളിത് നല്ല വൃത്തിയായിട്ട് സമയമെടുത്ത് നല്ലതുപോലെ വിശദീകരിച്ച് 1, 2, 3 പാർട്ട് ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ട് സ്പീഡിൽ പോകുന്നത് കാരണം ഈ ചാപ്റ്റർ ഫുള്ള് കാണിക്കാൻ വേണ്ടി ഇതൊന്ന് പറയുന്നതേ ഉള്ളൂ. റിസൾട്ട് മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. മഗ്നീഷ്യം ക്ലോറൈഡ് ഈസ് ആൾസോ ഫോംഡ് ആസ് അനദർ പ്രൊഡക്റ്റ്. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം എന്ത് ചെയ്യുക, മഗ്നീഷ്യം ഇടുക. ട്യൂബിന്റെ വായ്ഭാഗത്ത് കത്തുന്ന ഒരു ചന്ദനത്തിരി എടുത്ത് കാണിക്കുക. അപ്പോൾ എന്ത് നിരീക്ഷണമാണ്? ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു വാതകം കുമിളയായിട്ട് പുറത്തു വരുന്നു. കത്തുന്ന ചന്ദനത്തിരി വാതകത്തിലേക്ക് കടത്തി വിടുമ്പോൾ വാതകം പോപ്പ് എന്ന സൗണ്ട്, അതായത് ടപ് 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 എന്നുള്ള സൗണ്ട് കത്തുന്നു. ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിൽ ജലതുള്ളികളും അന്നേരം രൂപം കൊള്ളുന്നു. ഫലം എന്താ കുഞ്ഞുങ്ങളെ? മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ഇനി ആറ്റത്തെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ. ആറ്റം പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. വിഭജിക്കാൻ കഴിയാത്ത എന്ന അർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഓൾ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ദ വേർഡ് ആറ്റംസ് കം ഫ്രം ദ ഗ്രീക്ക് വേർഡ് ആറ്റമോസ് വിച്ച് മീൻസ് ഇൻഡിവിസിബിൾ. ഇനി ഡെമോക്രിറ്റസ് ഇതിനെക്കുറിച്ച് പറഞ്ഞ എന്താണ്? ഡെമോക്രിറ്റസ് പ്രപ്പോസ്ഡ് ദാറ്റ് ഓൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് എന്ന സിദ്ധാന്തം നമ്മുടെ ഡെമോക്രറ്റീസ് മുന്നോട്ട് വെച്ചു. എന്നാൽ 1807 ജോൺ ഡാൾട്ടൺ പ്രൊപ്പോസ്ഡ് അറ്റോമിക് തിയറി. അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് ജോൺ ഡാൾട്ടൺ. ഇതിനകത്ത് ഈ ചാപ്റ്ററിനകത്ത് കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറയുന്നതുണ്ട് കുഞ്ഞുങ്ങളെ, അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. എന്താണ് ഈ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി? ഞാൻ എപ്പോഴും പറയുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒന്നാമത്തെ നമ്മുടെ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയാണ് കുഞ്ഞുങ്ങളെ. ഓൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ആൻ ആറ്റം ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് ആറ്റം. ആൻ ആറ്റം cannot be divided during a chemical reaction. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ നമുക്ക് സാധ്യമല്ല. ആൻ ആറ്റം cannot be created or destroyed. ആറ്റത്തെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഓൾ ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് ആർ ഓഫ് ദ സെയിം സൈസ് പ്രോപ്പർട്ടി ആൻഡ് മാസസ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ കേട്ടോ. ഇനി ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫറെൻറ്റ് ഇൻ ദ സൈസ് പ്രോപ്പർട്ടി ആൻഡ് മാസ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസമുള്ളവയായിരിക്കും. ഇനി എ വാട്ടർ മോളിക്യൂൾസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് 1 ആറ്റം ഓഫ് ഓക്സിജൻ. ഒരു ജലതന്മാത്ര രൂപപ്പെടുന്നത്, അതൊക്കെ ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് കുഞ്ഞുങ്ങളെ. ജലതന്മാത്ര വാട്ടർ മോളിക്യൂൾസ് രൂപപ്പെടുന്നത് ഹൈഡ്രജൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 1 ആറ്റവും ചേർന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ തരുന്ന നോട്ടുകളെല്ലാം. നമ്മുടെ ചാപ്റ്റർ പുസ്തകത്തിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഞാൻ തരുന്നത്. വാരി വലിച്ചേ നോട്ട് തരുന്നില്ല, പ്രധാനപ്പെട്ടത് നോക്കിയാണ് എടുത്തു തരുന്നത്. ഇനി നമ്മുടെ ടെസ്റ്റിനകത്തിലെ ഒരു ബോക്സാണിത്. അമോണിയ. An atom of nitrogen, the 3 atoms of hydrogen. അത് നമ്മുടെ ടെസ്റ്റുമായിട്ട് ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അമോണിയ എന്ന് പറയുന്നത് നൈട്രജൻ്റെ 1 ആറ്റവും ഹൈഡ്രജൻ്റെ 3 ആറ്റവും ചേർന്നാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ഈ അമോണിയ എന്ന് പറഞ്ഞത് എന്തൊക്കെ ചേർന്ന കുഞ്ഞുങ്ങളെ? നൈട്രജൻ്റെ 1 ആറ്റവും ഹൈഡ്രജൻ്റെ 3 ആറ്റവും ചേർന്നതാണ് കേട്ടോ. എന്നാൽ ഓക്സിജനോ നോക്കിക്കേ, 2 ആറ്റം ഓഫ് ഓക്സിജൻ ആൻഡ് അല്ലേ 2 ആറ്റം ഓഫ് ഓക്സിജൻ്റെ 2 ആറ്റം ചേർന്നതാണ്. ക്ലോറിനോ കുഞ്ഞുങ്ങളെ 2 ആറ്റം ഓഫ് ക്ലോറിൻ്റെ 2 ആറ്റം. ഇതിൻ്റെ എല്ലാം നമ്മുടെ ലാസ്റ്റിൽ തരുന്നില്ലയോ എത്ര എണ്ണം ഉണ്ടെന്ന് കാണിക്കാനാണ് അത് കേട്ടോ. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പം വേറെയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണേ കേട്ടോ. എത്ര എണ്ണം കേട്ടോ, എത്ര മോളിക്യൂൾസുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആറ്റംസ് 2 ആറ്റംസ് ഓഫ് ക്ലോറിൻ്റെ 2 ആറ്റം ഉണ്ട്. ക്ലോറിൻ്റെ 2 എണ്ണം. 1 ആറ്റം ഓഫ് മീഥൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഥൈനകത്തിൽ 1 ആറ്റം ഓഫ് കാർബണും 4 ആറ്റം ഓഫ് ഹൈഡ്രജനും
കേട്ടോ. ഇതൊക്കെ നല്ലപോലെ അറിയണേ. 2 ആറ്റം ഓഫ് ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് 1 ആറ്റം ഓഫ് കാർബണും 2 ആറ്റം ഓഫ് ഓക്സിജനും, CO2 എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതിൻ്റെയൊക്കെ നിങ്ങൾ ഈ വർഷമായിരിക്കും ആദ്യമായിട്ട് പഠിക്കുന്നത്. ഹൈഡ്രജൻ H2, കാർബൺ ഡൈ ഓക്സൈഡ് CO2, മീഥെയിൻ CH4, ക്ലോറിൻ Cl2, ഓക്സിജൻ O2, അമോണിയ NH3 കോഡൊന്നും അല്ല NH4. ഒരേ ഇനം ആറ്റങ്ങൾ മാത്രം അടങ്ങിയ തന്മാത്രകൾ. നമ്മൾ ഈ പറഞ്ഞതിനകത്തിൽ ഒറ്റ ഒരെണ്ണം മാത്രം അടങ്ങിയത്. വിച്ച് മോളിക്യൂൾസ് കൺസിസ്റ്റ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റം? ഓക്സിജനും ക്ലോറിനും ഹൈഡ്രജനുമാണ്. എന്ന് വെച്ചാൽ ഇതിനകത്തിൽ ഒരെണ്ണം, ഇതൊക്കെ ഓക്സിജൻ മാത്രമേ ഉള്ളൂ ഇല്ലേ. ഇതിനകത്ത് ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഇതിലൊക്കെയോ നിങ്ങളെ ഇതിനകത്തിൽ കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. ഇതിൻ്റെ കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ആ ലിങ്ക് കയറി കണ്ടാൽ മതി. അതിനകത്ത് നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി നോക്കൂ നിങ്ങളെ, ഒന്നിൽ കൂടുതൽ അടങ്ങിയത് ഇത് ഇത്ര എണ്ണമാണ് കേട്ടോ. ഒരെണ്ണം ഉള്ളതെന്ന് ഒന്നിൽ കൂടുതൽ അടങ്ങി. ഇനി എലമെന്റ്സ് എന്നാൽ എന്ത്, കോമ്പൗണ്ട്സ് എന്നാൽ എന്ത്? എലമെന്റ്സ് എന്നാൽ എന്ത്, അതങ്ങ് എഴുതണേ കേട്ടോ. നമുക്ക് മൊത്തം പറയാനുള്ള സമയമില്ല, കാരണം നമുക്ക് ബാക്കിയും കൂടി എടുക്കണ്ടേ. കോമ്പൗണ്ട്സ് എന്നാൽ എന്ത് കേട്ടോ. നമ്മുടെ പാഠത്തിൻ്റെ പേരായത് എലമെന്റ്സും കോമ്പൗണ്ട്സും നല്ലപോലെ പഠിക്കണേ. ഇനി എലമെൻസുകളും കോമ്പൗണ്ട്സുകളും ഏതൊക്കെ? ഓക്സിജന്, കാർബണ്, നൈട്രജൻ, ഇതെല്ലാം എലമെൻസുകളാണ്. കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ വാട്ടർ, ഷുഗർ, അമോണിയ, സാൾട്ട്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം എന്താണ്? കോമ്പൗണ്ടുകളാണ്. സിമ്പൽ എന്നാൽ എന്താണ്? സിമ്പൽ ഒരു ആശയത്തെ ലളിതമായും വ്യക്തമായും സൂചിപ്പിക്കുന്നതിനായി ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ചിഹ്നങ്ങൾ ആശയ സംവേദനം എളുപ്പമാക്കുന്നു. മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിനും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ഇവ പ്രതീകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രതീകം മൂലകത്തിന്റെ ഒരു ആറ്റത്തെ സൂചിപ്പിക്കുന്നു. സിമ്പിൾസ് ആർ യൂസ്ഡ് ടു റെപ്രസെന്റ് കൺസെപ്റ്റ് ഇൻ എ ക്ലിയർ ആൻഡ് സിമ്പിൾ മാനർ. സിമ്പിൾസ് ആർ മേക്ക് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് ഈസിയർ. Signs are used to represent elements. These are known as chemical symbols. A symbol represents an atom of an element. അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായത്തെ ആവിഷ്കരിച്ചത് ബെഴ്സിലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ്. പേര് നല്ലപോലെ പഠിക്കണേ നിങ്ങളെ, സ്പെല്ലിംഗ് നല്ലപോലെ പഠിക്കണേ. പ്രതീകങ്ങൾ നമ്മുടെ ടെസ്റ്റിനകത്തിൽ കുറേ എണ്ണം തന്നിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് അതങ്ങ് എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 20 എലമെൻസിൻ്റെ പേര്, അതിൻ്റെ എലമെൻസും അതിൻ്റെ സിമ്പിളുകളും നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. ഞാനത് എപ്പോഴും പറയുന്നത്, ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ മുതലേ പറയുന്നതാണ്. ഒരു 20 എണ്ണത്തിൻ്റെ പേര് അറിയത്തില്ലെങ്കിൽ ഇതങ്ങ് എഴുതിയെടുത്തു. എല്ലാത്തിൻ്റെ കണ്ടോ പേരുൾപ്പെടെ ആദ്യത്തെ 20 എണ്ണത്തിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് എഴുതണേ എൻ്റെ പൊന്നുമക്കൾ, എഴുതിയെടുക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ. എലമെന്റ്സ് ഗോ ടു ദെയർ നെയിംസ് ഓഫ് ബേസിസ് ഓഫ് കൺട്രി ആൻഡ് സയൻറ്റിസ്റ്റ്. ഇനി നമ്മൾ ഈ എലമെന്റ്സ് മൂലകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? ഒരു ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ്റെ പേരിൽ അറിയപ്പെട്ടു. ഒരു ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേരിലുണ്ട്. ഗ്രഹം, നമുക്ക് മൊത്തം 9 ഗ്രഹം ഉണ്ടായിരുന്നു, ഒന്നിനെ കാണാനില്ലല്ലേ, ഡ്രാഫ്റ്റ് പ്ലാനറ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ നെപ്റ്റ്യൂൺ അതിനെക്കുറിച്ചുണ്ട്. പിന്നെ ഇറീഡിയം, ഐറിസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മഴവില്ലാണ്. ഗ്രീക്ക് വേർഡ് ഐറിസ് മീൻസ് റെയിൻബോ. ഗ്രീക്ക് വേർഡ് ക്രോമിയത്തിൻ്റെ ക്രോമ മീൻസ് കളർന്നാണ്. പിന്നെ ഹൈഡ്രജൻ, ഗ്രീക്ക് വേർഡായ ഹൈഡ്രോജീൻസ് എന്ന പദത്തിൽ നിന്ന് വാട്ടർ ഫോമിങ് ജലരൂപീകരണം ഉണ്ട്. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കുറേ പറഞ്ഞതാണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, മൊത്തം നമുക്ക് 118 മൂലകങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ. ഇവയിൽ ഏറ്റവും ഇതെന്ന് വെച്ചാൽ പ്രകൃതിത്വം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ തന്നെ നാച്ചുറലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ലബോറട്ടറികളിൽ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കുന്ന എലമെന്റ്സുകളും ഉണ്ട് കേട്ടോ. പ്രകൃതിയിലുള്ളതും അല്ലാത്തതും ഉണ്ട്. ഇപ്പോൾ ഓക്സിജനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതും ഉണ്ട് കേട്ടോ. ആവർത്തന പട്ടികയുടെ സഹായത്തോടെ ഖരാവസ്ഥയും ദ്രാവകാവസ്ഥയും വാതകാവസ്ഥയും കാണപ്പെടുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കേട്ടോ. എലമെന്റ്സിനെ ഏതൊക്കെ? ഇരുമ്പ്, നമ്മളിപ്പോൾ കുറേ എലമെന്റ്സ് 118 എലമെന്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്തിൽ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതും ഇത് നമ്മുടെ മുറിയിലെ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ അനുസരിച്ച് ഈ പറയുന്നിരിക്കുന്നത്. ഇപ്പം ഇരുമ്പ്, ഗോൾഡ്, സിൽവറും ഒക്കെ ഇല്ലേ, ഇതൊക്കെ എന്നാൽ സാധാരണ രീതി എവിടെയെങ്കിലും വെച്ചിരുന്ന ഇപ്പം ഗോൾഡ് ഇല്ലേ, നമ്മുടെ പെരയ്ക്കകത്തും വെളിയിലും ഒക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനൊരു ഒന്നും സംഭവിക്കത്തില്ല അല്ലേ. അതിന് ചൂട്, നല്ലപോലെ ചൂടൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ ഗോൾഡൊക്കെ മാറ്റി പല ഷേപ്പിലൊക്കെ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ സാധാരണ ടെമ്പറേച്ചറിൽ അയൺ, ഗോൾഡ്, സിൽവർ, കോപ്പർ, സിങ്ക്, ലെഡ് ഇതൊക്കെ എന്താണ്? സോളിഡാണ്. ഇനി ദ്രാവകമായിട്ട് ബ്രോമിനും മെർക്കുറി ആവും നിങ്ങളെ ദ്രാവകമായിട്ടുള്ളത് കേട്ടോ. ഇനി അതല്ല, അതിന് കുറച്ചുകൂടി നമ്മുടെ റൂമിനേക്കാൾ കുറച്ചുകൂടി താപനില കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഈ സീസിയം, ഗാലിയം, റുബീഡിയം, ഫ്രാൻസിയം എന്നീ മൂലകങ്ങൾ അത് ദ്രാവകമായിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇനി വേറെ കുറേ 11 എലമെന്റ്സ് ഉണ്ട് ഗ്യാസ് ആയിട്ട്. ഇത് കൂടെ 11ൽ ഈ ഹീലിയം, നിയോണ്, ആർഗൺ, സിനോണ്, ക്രിപ്റ്റോണ്, റെഡോണ്, ഇതൊക്കെയെന്ന് വെച്ചാൽ നോബിൾ ഗ്യാസ് എന്നാണ്, അലസവാതകങ്ങളാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മൂലകങ്ങളുടെ കൂടെ എളുപ്പത്തിൽ ഇത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിനെ ഈ അലസവാതകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ, നോബിൾ ഗ്യാസ്. ഈ കൃത്രിമ മൂലകങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, നാച്ചുറലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ലബോറട്ടറികളിലും ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നില്ലോ, ആർട്ടിഫിഷ്യലായിട്ട്. അതിൻ്റെ ഒരു 3 പേര് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. എന്താണെന്നറിയോ? ടെക്നീഷ്യം, പ്രൊമിത്തിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം. പറയാനൊരു ഇച്ചിരി പാടാ, എന്നാലും പഠിച്ചു വെക്കത്തുള്ളൂ. ടെക്ക് കേട്ടോ. ടെക്നീഷ്യം,
പ്രൊമിത്തിയം എന്നാണ് ഇവിടെ എല്ലാം മലയാളം എഴുതിച്ചിട്ടുണ്ട്. നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം കേട്ടോ. ഒക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഏതെങ്കിലും അറിയാൻ വയ്യാത്ത എഴുതാത്തതോ നോട്ട് കിട്ടാത്തതോ ഒക്കെ കാണത്തില്ലേ കുഞ്ഞുങ്ങളെ, അവർക്ക് വേണ്ടി പറഞ്ഞതാ. ഇനി മൂലക വർഗീകരണത്തിൻ്റെ ആദ്യകാല ശ്രമങ്ങൾ നോക്കൂ കുഞ്ഞുങ്ങളെ. നമ്മുടെ ഈ എലമെൻസിനെ കുറിച്ച് പല ആൾക്കാരും പലതും പറഞ്ഞുണ്ടാക്കി കേട്ടോ. ആദ്യമേ ഇതിനെക്കുറിച്ച് മീൻസ് മൂലക വർഗീകരണത്തിലുള്ള ആദ്യകാല ശ്രമങ്ങൾ നടത്തിയവരിൽ ഒരാളാണ് നമ്മുടെ ലാവോസിയ എന്ന് പറയുന്നത്. ലവോസിയർ എന്നാണ് ഇംഗ്ലീഷിൽ, ലവോസിയർ അല്ലെ ലവോസിയ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തോന്നറിയോ, ഈ മൂലകങ്ങൾ ലോഹങ്ങളും അലോഹങ്ങളും എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് അങ്ങ് തിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ഇവയെ ഹി ക്ലാസിഫൈഡ് ദം നോ എലമെന്റ്സ് ഇൻ ടു മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ആളായ ഡോബറൈനർ, അമ്മോ നാക്കിപ്പോൾ ഊരിപ്പോയനി, ഡോബറൈനർ ആട്ടോ കേട്ടോ. പേരൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ശശി, ബാലൻ, തോമസ്, മാത്യു, ടൈങ്കു, ജിങ്കു, ബിങ്കു എന്നൊക്കെയാണ് അല്ലേ. അവരുടെയൊക്കെ ഇത് ഏത് നാട്ടുകാരനാണ്? ഡോബറൈനർ എന്താ ക്ലാസിഫൈഡ് ദ എലമെന്റ്സ് ഓഫ് എ സിമിലർ പ്രോപ്പർട്ടി ഇൻ ടു ഗ്രൂപ്പ് ഓഫ് 3. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, നമുക്ക് ഈ ഇതിനെല്ലാം കൂടെ മൂന്ന് ഗ്രൂപ്പായിട്ട് അങ്ങ് തിരിക്കാം. ആദ്യത്തെ ആൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്തിനെ മെറ്റലും നോൺ മെറ്റലുമായിട്ട് അങ്ങ് തിരി. സംഭവം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. രണ്ടാമത്തെ ഡോബറിനിയർ പറഞ്ഞത് നമുക്കിതിനെ മൂന്നെണ്ണമായിട്ട്, അതായത് ട്രൈറ്റ്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഈ പീരിയോഡിക് ടേബിളിനെ നമുക്ക് മൂന്നെണ്ണമായിട്ട് തിരിക്കാം. എന്നിട്ട് അതിനെ ട്രൈറ്റ്സ് എന്ന് പേര് കൊടുക്കാം. ഈ സ്റ്റേറ്റഡ് ദാറ്റ് ദ അറ്റോമിക് പവർ ഓഫ് ദ എലമെന്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ ട്രൈറ്റ്സ് വാസ് അപ്രോക്സിമേറ്റ്ലി ദ ആവറേജ് ഓഫ് ദ അറ്റോമിക് മാസ് ഓഫ് ദ അതർ 2 എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 3 എടുത്തിട്ട് അതിൻ്റെ മലയാളം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം എന്തോന്ന് മനസ്സിലാവാത്തൊരു ഇതൊക്കെ മനസ്സിലാക്കി എടുക്കണേ. നമ്മളിത് കുറേ ലിങ്ക് പറഞ്ഞതുകൊണ്ടാണ് ഇതൊക്കെ ചിലരൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുന്നത്. ഇപ്പോൾ അടുത്തടുത്ത 3 കുഞ്ഞുങ്ങളെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഇത് 3 കൂടെ അദ്ദേഹം പറഞ്ഞത് ട്രൈറ്റ്സ് എന്നാ 3. ഇതിനകത്തിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂടെ അങ്ങ് കൂട്ടണം. ആ കുട്ടീനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തേൻ്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ എന്താ അറ്റോമിക് നമ്പർ കിട്ടും, അറ്റോമിക് മാസ് കിട്ടും എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ശരിയായിരുന്നു. ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് നോക്കിയാൽ 46 കിട്ടി. 46നെ 2 കൊണ്ട് 2 വെച്ച് കഴിഞ്ഞാൽ എന്താ ആവറേജ് ആണ് അറിയത്തില്ല കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവിടെ 1, 2, 2നെ ആ 2 ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡിവൈഡ് ചെയ്താൽ 23 കിട്ടി. പക്ഷേ അത് എല്ലാത്തിലും ഒന്നും അങ്ങോട്ട് ക്ലിക്കായില്ല. ഓക്കെ, വേറെ നമ്മൾ 2-3 എടുത്ത് നോക്കിയപ്പോഴൊന്നും അതങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഏതാനും മൂലകങ്ങളെ മാത്രമേ ഈ രീതിയിൽ വർഗീകരിക്കാൻ കഴിയത്തുള്ളെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അടുത്ത ആൾ വന്നു ന്യൂലാൻഡ്സ് ഫൗണ്ട് ദെൻ വെൻ ദ എലമെന്റ്സ് വെയർ അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർഡർ ടു അറ്റോമിക് മാസ്. ഈച്ച് 8 എലമെന്റ്സ് വാസ് എ റെപ്പിറ്റേഷൻസ് ഓഫ് ദ ഫസ്റ്റ് ഇൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. ഹി കമ്പയർഡ് ദീസ് ഈസ് ടു ദ 7 നോട്ട് ഇൻ മ്യൂസിക്. Compared these to the 7 notes in music. This classification was known as law of the octaves. എന്ന് വെച്ചാൽ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകങ്ങളും ഗുണങ്ങളിൽ ആദ്യത്തേതിൻ്റെയും ആവർത്തനമാണെന്ന് ഈ ന്യൂലാൻഡ്സ് കണ്ടെത്തി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് അദ്ദേഹം താരതമ്യം ചെയ്തു. ഈ വർഗീകരണം അഷ്ടക നിയമം എന്ന പേരിലും അറിയപ്പെട്ടു. ഇംഗ്ലീഷും മലയാളവും ഒക്കെ അറിയണേ കുഞ്ഞുങ്ങളുടെ. അതായത് ന്യൂസിലാൻഡ് അല്ല ന്യൂലാൻഡ്സ് പറഞ്ഞത് കേട്ടോ. ന്യൂലാൻഡ്സിൻ്റെ ആണ് ലോസ് ഓഫ് ഒക്ടാവ്സ് കേട്ടോ, അഷ്ടക നിയമം. എന്താ അദ്ദേഹം പറഞ്ഞത് ഓരോന്നിനെ കുറിച്ച് അറിയണേ. ഒന്നാമത്തെ ആൾ ലോഹങ്ങളെ അലോഹങ്ങളായിട്ട് വേർതിരിക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ ആൾ എന്താ കുഞ്ഞുങ്ങളെ പറഞ്ഞത് എന്താ ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2ാമത്തെ കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞു. മൂന്നാമത്തെ ന്യൂലാൻഡ്സ് പറഞ്ഞത് എന്താണ്, അതായത് ആദ്യത്തെ 1, 2, 3, 4, 5, 6, 7 8ാമത്തത് ഇവിടെ വരും. ഈ 8ാമത്തേൻ്റെ അതേ സ്വഭാവങ്ങളായിരിക്കും ഈ 1ാമത്തതിന് വരുന്നതെന്ന് ആരാണ് ന്യൂലാൻഡ്സ് പറഞ്ഞു. അതുപോലെയല്ല ഈ മഗ്നീഷ്യത്തിന് ഇതിൻ്റെ ഇത് ഇങ്ങനെ വരുമെന്ന് തന്നെയല്ല അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ നമ്മുടെ സംഗീത സപ്തസ്വരങ്ങളുണ്ടല്ലോ, സപ്തസ്വരങ്ങൾ സ രെ ഗ മ പ ധ നി സ. വീണ്ടും സാ വന്ന കണ്ടോ, അത് രങ്ങളി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി മെൻഡലീഫ് അടുത്ത ആളാണ് മെൻഡലീഫ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ട് ഇത് മൊത്തത്തിൽ അങ്ങ് ഒറ്റയടിക്ക് ഓടി പോകുന്നേ ഉള്ളൂ. ഇങ്ങനെ കേട്ടോണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമ്മൾ ആ പാർട്ടായിട്ട് എന്താണ് സംഭവം എന്ന് വിശദീകരിച്ച് ഓരോ പാർട്ടിലും പറയുന്നുണ്ട്. അത് കയറി കാണണം. ഇതൊരു ഓടിച്ചിട്ടൊരു പോക്ക് മാത്രമാവും നിങ്ങളെ. മെൻഡലീസ് പറഞ്ഞത് എന്താണ്, മെൻഡലീസ് എന്ന ശാസ്ത്രജ്ഞൻ അവരുടെ അറിയിപ്പുകളിൽ അദ്ദേഹം
പരിശോധിക്കാൻ വന്നപ്പോൾ മൊത്തം 63 മൂലകങ്ങളായിരുന്നു അല്ലേ. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, ആസെൻഡിങ് ഓർഡറിലോട്ട് പട്ടികളായിട്ടെല്ലാം കൂടെ അങ്ങോട്ട് നിരത്തി വെച്ചു. ഓർഡർ അനുസരിച്ച് അദ്ദേഹം കറക്റ്റായിട്ട് പറക്കി വെച്ചപ്പോൾ ഉണ്ടല്ലോ, ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിലൊക്കെ ഇങ്ങനെ ആവർത്തിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. എല്ലാം കറക്റ്റായിട്ട് ഓർഡറായിട്ട് പറക്കി വെച്ചപ്പോൾ എന്താണ്, അവിടെ ഇവിടെയൊക്കെ എന്താ കുഞ്ഞുങ്ങളെ ഒരേ സ്വഭാവമുള്ളതൊക്കെ അങ്ങും ഇങ്ങുമൊക്കെ കിടക്കുന്നതായിട്ട് തോന്നി. അപ്പോഴും ഒരു ഓർഡറായിട്ട് അദ്ദേഹത്തിന് നല്ല കറക്റ്റായ ഒരു ഇതായിട്ട് അദ്ദേഹത്തിനും കിട്ടിയില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ലോയിൽ ഒരു ഇത് പറയുന്നുണ്ട്, മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പറഞ്ഞത് ആരാണ്, മെൻഡലീവ്സിൻ്റെ ആവർത്തന നിയമം. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. കേട്ടോ. ഇനി അടുത്ത മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ലോ, ദ ഹൊറിസോണ്ടൽ റോ ഇൻ ദ ടേബിൾസ് ആർ കാൾഡ് പീരീഡ്സ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇത് കണ്ടോ കുഞ്ഞുങ്ങളെ, ഇതാണ് മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. കേട്ടോ, നിങ്ങൾക്കെല്ലാം ടെസ്റ്റ് ഉണ്ടല്ലോ. ഇതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതിനെ എന്ത് പറയുന്നു, പീരീഡ്സ് എന്നും താപ്പോട്ട് ഇങ്ങനെ എഴുതുന്നതിനെ ഗ്രൂപ്പ്സ് ആയിട്ടും അദ്ദേഹം അതായത് ഹൊറിസോണ്ടൽ റോ ഇൻ ദ ടേബിൾ ആർ കാൾഡ് പീരീഡ്സ് എന്നും വെർട്ടിക്കൽ കോളത്തിനെ ഗ്രൂപ്പ് എന്നും അദ്ദേഹം പറഞ്ഞു. എലമെന്റ്സിന്റെ ഗ്രൂപ്പ് ഷോ സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടി. മെൻഡലീവ്സിന്റെ ആവർത്തന പട്ടികയിലെ വിലങ്ങനെയുള്ള നിരകളെ പീരീഡ്സുകളെന്നും കുത്തനെയുള്ള വരികളെ ഗ്രൂപ്പുകളെന്നും വിളിക്കുന്നു. ഗ്രൂപ്പുകളെ നമ്മളെന്താ, മൂലകങ്ങൾ, ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസസ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ ബുക്കിൽ ഇവിടെ, കാരണം ടെസ്റ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളതുകൊണ്ട് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതിയെടുക്കുക. മീൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻഡലീവ്സ് പീരീഡ്. കേട്ടോ, ഇത് എഴുതിയെടുക്കണേ. മലയാളം മീഡിയക്കാരും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഒരാളാണ്. അപ്പോൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച്, നമ്മുടെ എലമെൻസിനെ കുറിച്ച് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അടുത്ത ആൾ വന്നു, ആരാന്നറിയോ, ഹെൻറി, പേര് നോക്കണേ കുഞ്ഞുങ്ങളെ, ഹെൻറി മോസ്ലി എന്നാണ്, മോസ്ലീവ്. ഓക്കെ, ഹെൻറി മോസ്ലി ലേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ഡിപ്പെൻഡ് ഓൺ ദെയർ അറ്റോമിക് നമ്പർ. ദ പീരിയോഡിക് ടേബിൾ ഡെവലപ്ഡ് ബൈ ഹിം ഈസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ യൂസ്ഡ് ടുഡേ. പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ അറ്റോമിക നമ്പറിനെ ആശ്രയിക്കുമെന്ന് നമ്മുടെ ഹെൻറി മോസ്ലി കണ്ടെത്തി. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആവർത്തന പട്ടികയാണ് നാം ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ട് തരുന്ന ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയാ, ഹെൻറി മോസ്ലിയുടെയാണ് കേട്ടോ. അത് അറിയണേ നിങ്ങളെ. ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെ ആവർത്തന പട്ടികയാ, ഹെൻറി മോസ്ലീവിൻ്റെ കേട്ടോ. ഇനി അടുത്ത നമ്മൾ പഠിക്കാവുന്നത് തന്മാത്രകളുടെ രാസസൂത്രം. ഇനി നമ്മളിവിടെ മുതലാണ് നമ്മൾ ഇനി എടുക്കാനുള്ളത്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ നല്ലതുപോലെ ഇനിയുള്ളത് അറിയണേ. ഇതുവരെ ഉള്ളതിൻ്റെ എല്ലാം നമ്മൾ ലിങ്ക് ഇട്ടതാണ്. ഇനി ഇവിടെ മുതലാണ്. നോക്കിക്കേ, ഇവിടെ മൂലകങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് ഓരോ പ്രതീകങ്ങൾ നമ്മൾ ഉപയോഗിച്ചു അല്ലേ. ഓരോ മൂലകങ്ങൾക്കും നമ്മൾ ഓരോ പേര് കൊടുത്തായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ഓക്സിജന് O2, ഹൈഡ്രജന് H, പിന്നെ അല്ലേ ഹീലിയത്തിന് H, ഇതൊക്കെ കുറേ നമ്മൾ ഇപ്പോൾ കുറേ എണ്ണത്തിൻ്റെ പേര് പഠിച്ചു. N എന്ന് എഴുതിയാൽ അത് നൈട്രജൻ ആണെന്നും നോക്കണേ. എല്ലാം കറക്റ്റായിട്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയക്കാരും നോക്കണേ. N എന്ന് എഴുതിയാൽ അവിടെ നൈട്രജനും, നൈട്രജൻ്റെ ഒരാറ്റത്തെയും N എന്ന് എഴുതിയാൽ അതെന്താ, ഒരു നൈട്രജൻ എന്നാണ് അല്ലേ. നല്ലപോലെ മനസ്സിലാക്കണം നിങ്ങൾ. N എന്ന് എഴുതിയാൽ അത് നൈട്രജനെയും നൈട്രജൻ്റെ ഒരാറ്റത്തെയും സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുകയാണ്, ഈ 2N എന്ന് പറഞ്ഞാലും കറക്റ്റായിട്ട് കാണണേ കുഞ്ഞുങ്ങളെ. 2N എന്ന് പറഞ്ഞാലും N2 എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അതും അവർ പറയുന്നുണ്ട്. 2N എന്ന് വെച്ചാൽ 2 സ്വതന്ത്ര നൈട്രജൻ ആറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. മീൻസ് ഇതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷുകാർക്ക്. ഇനി ഓക്കെ, 2N എന്ന് വെച്ചാൽ സ്വതന്ത്ര നൈട്രജൻ, 2 ഫ്രീ നൈട്രജൻ എന്നും, N2 എന്നാൽ 2 ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരു നൈട്രജൻ തന്മാത്ര എന്നുമാവും നിങ്ങളെ പറയുന്നത്. നൈട്രജൻ എന്ന് വെച്ചാൽ ഒരെണ്ണം അല്ലേ, ഒരു തന്മാത്ര എത്ര, 2 എണ്ണം ഉണ്ടെന്നാണ് കേട്ടോ. 2 എണ്ണം കേട്ടോ. കറക്റ്റായിട്ട് ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണേ. 2N എന്ന് വെച്ചാൽ സ്വതന്ത്ര നൈട്രജൻ, 2 ഫ്രീ നൈട്രജൻ കേട്ടോ. 2N എത്ര എണ്ണം എന്നുണ്ടെന്നാണ് 2. N2 2 ആറ്റങ്ങൾ ചേർന്നുണ്ടായ ഒരു നൈട്രജൻ തന്മാത്ര. 2 ആറ്റങ്ങൾ ചേർന്നാണ് എന്താ ഉണ്ടായ ഒരു നൈട്രജൻ തന്മാത്ര. അങ്ങനെയാണെങ്കിൽ 2N2 എന്ന് വെച്ചാൽ എന്താണെന്ന്, 2N2 എന്ന് വെച്ചാൽ N2 2 എണ്ണം ഉണ്ടെന്നല്ലേ കുഞ്ഞുങ്ങളെ. N2 2 എണ്ണം ഉണ്ടെന്നാണ്. ഇത് നിങ്ങൾ അറിയണേ. 2N2 എന്ന് വെച്ചാൽ എന്താണ്, ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്. 2 നൈട്രജൻ മോളിക്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 നൈട്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ N2 2 എണ്ണം ഉണ്ടെന്നാണ് കേട്ടോ. N2 + N2 = N4 ആണ് കേട്ടോ. 2 എണ്ണം ഉണ്ടെന്ന്. ഓക്കെ ആണോ? അത് നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യമാണ് കേട്ടോ. ഇനി അവിടെ മുതലാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്.
അങ്ങനെ പറയാമെങ്കിൽ എൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സ് ഉണ്ട്, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. മലയാളം മീഡിയക്കാർക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് നോക്കിയുണ്ട്. മോളിക്കുൾസ്, തന്മാത്ര, നമ്പർ ഓഫ് ആറ്റംസ്, അതിൻ്റെ കാറ്റഗറി കേട്ടോ, മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് എച്ച് ഇവിടെ എച്ച് ആന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ മോളിക്കുൾസുകളുടെ സിമ്പിൾ മാത്രമായിരുന്നു ടെസ്റ്റ് തന്നത്. ഞാനത് എന്തുവാന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്ന ഹീലിയത്തിനാണ് എച്ച് അല്ലേ, ഹീലിയം. ഈ എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരെണ്ണേ ഉള്ളെന്നാണ്. എച്ച് എന്ന് വെച്ചാൽ ഒരെണ്ണം, അതാണ് ഈ ഒന്ന് കേട്ടോ. അതായത് ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നതാവും നിങ്ങളെ, ഇത് മോണോ, ഒന്നെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മോണോ എന്നാണ് കേട്ടോ. മോണോ അറ്റോമിക് എലമെൻറ്റ്സ് നല്ലപോലെ മനസ്സിലാക്കണേ. ഒന്ന് ഇവിടെ ഒരെണ്ണേ തന്നിട്ടുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒന്ന്. ഇവിടെ അറ്റോമിക അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം ഒന്നാണ്. അതുകൊണ്ട് മോണോ അറ്റോമിക് അല്ലെങ്കിൽ ഏക അറ്റോമിക മൂലകം, മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അടുത്ത ഓക്സിജൻ എന്ന് വെച്ചാൽ നോക്കിയേ, ഓക്സിജൻ O2 ആണ്. 2 കണ്ട അതിൻ്റെ വലത്ത് വശത്ത് താഴെ കിടക്കുന്ന 2. അവിടെ നോക്കിയേ ആറ്റങ്ങളുടെ എണ്ണം 2. നിങ്ങൾ ആ ക്ലൂ ഓർത്താൽ മതി. കണ്ട് ഈ വലത്ത് വശത്ത് വരുന്ന 2 അല്ലേ, അത് 2 എണ്ണം ആയതുകൊണ്ട് ഡൈ അറ്റോമിക് എലമെന്റ്സ് അല്ലെങ്കിൽ ദി അറ്റോമിക മൂല്യം. ദ്യു എന്ന് വെച്ചാൽ 2 അറ്റോമിക മൂല്യം. സൾഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ S8 ആണ്. 8 എന്ന് വെച്ചാൽ ഇവിടെ അപ്പോൾ എത്ര, 8 ആറ്റങ്ങൾ അല്ലേ, ആറ്റങ്ങൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ. അതെന്താവും നിങ്ങളെ 3ൽ കൂടുതലായതുകൊണ്ട് എന്താ പോളി അറ്റോമിക് എലമെന്റ്സ് ആണ് കേട്ടോ. മീൻസ് 2ൽ കൂടുതലുള്ളതിനല്ല, 2 വരെയാണ് ഡൈ പറഞ്ഞത്. 2ൽ കൂടുതൽ വരുന്നതിനെ പോളി അറ്റോമിക് എലമെന്റ്സ് അല്ലെങ്കിൽ ബഹു അറ്റോമിക മൂലകം എന്ന് പറയുന്നു. അടുത്ത ഹൈഡ്രജൻ H2 ആണ്. അവിടെ എന്താ 2 ആണ്. 2 എന്ന് കേൾക്കുമ്പോഴേ 2 എന്തോത്തിനായിരുന്നു, ഡൈ. ഞാൻ DI എന്ന് കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ അതങ്ങ് ഫില്ല് ചെയ്യണം കേട്ടോ. ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്യോ അറ്റോമിക് മൂലകം. ഇനി ഫോസ്ഫേറ്റ് അല്ലേ, ഫോസ്ഫേറ്റിന് എത്രയാണ്, 4. ഈ ഇവിടെ വലത്ത് വശത്ത് എത്ര എണ്ണം വരുന്നോ അതാണ് നമ്പർ ഓഫ് ആറ്റംസ് കേട്ടോ. ഓർത്തോണ്ടേ നിങ്ങൾ, വലത്ത് വശത്ത് ആ താഴെ കിടക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് 4 ആയപ്പോൾ 2 കൂടുതലല്ലേ, 2 കൂടുതലാകുമ്പോൾ പോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ബഹു അറ്റോമികം അല്ലേ. ഇനി നിയോൺ നോക്കിയേ, ഇവിടെ ഒന്നും തന്നിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ, 1 കേട്ടോ. 1 അത് ഓർത്തോണേ നിങ്ങൾ. ഇവിടെ നമ്മൾ പറഞ്ഞില്ല എച്ച്, അവിടെ ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് 1. ഇവിടെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ 1. 1 ആണെങ്കിൽ അത് മോണോ, ഏക അറ്റോമികം. മോണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മോണോ അറ്റോമിക് എന്ന് വെച്ചാൽ ഏകം, ഒരെണ്ണം. ഇനി ക്ലോറിൻ ഇവിടെ 2 തന്നിട്ടുണ്ട്. അതിൻ്റെ വലത്ത് വശത്ത് എത്ര കിടക്കുന്നോ നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടി കാണും അല്ലേ. വലത്ത് വശത്ത് താഴെ എത്ര കിടക്കുന്നത് വെച്ചാൽ ആ ക്ലൂ വെച്ചങ്ങ് പിടിച്ചാൽ മതി. അത് 2 എണ്ണം ആയപ്പോൾ ദ്വി അറ്റോമിക് അല്ലെങ്കിൽ ഡൈ അറ്റോമിക്. ആർഗൺ നോക്കിയാൽ നിങ്ങൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അവിടെ ഒരെണ്ണം ഉണ്ടെന്ന അർത്ഥം. ആർഗൺ 1, മോണോ. O3 ഓക്സിജൻ അല്ല, O2 ആണ് ഓക്സിജൻ. O3 ഓസോൺ ആണ്. അത് 3 അവിടുത്തെ 3 മീൻസ് 2 കൂടുതലാണെങ്കിൽ പോളി എന്ന് വെച്ചാൽ എന്താണ്, ബഹു അറ്റോമിക കേട്ടോ. അത് കറക്റ്റായിട്ട് എഴുതി എടുക്കണേ. കാണാൻ പറ്റുന്നുണ്ടോ? ടെസ്റ്റ് ഫില്ല് ചെയ്യാനുള്ളതാ കേട്ടോ. അടുത്ത ഒരു തന്മാത്രയിൽ ഒരാറ്റം മാത്രമുള്ള മൂലകങ്ങളെ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കുഞ്ഞുങ്ങളെ. ഏക അറ്റോമിക മൂലകങ്ങൾ മോണോ ആട്ടോ. മോണോ അറ്റോമിക് മോളിക്യൂൾസ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ആറ്റം. ഒരാറ്റം മാത്രമുള്ള. ഇപ്പം നമ്മൾ കുറേ പഠിച്ചു അല്ലേ, ഹീലിയം ഉണ്ടായിരുന്നു, നിയോൺ ഉണ്ട് അല്ലേ, പിന്നെ ആർഗണും ഉണ്ട് കേട്ടോ, ആർഗൺ. ഇനി ഡൈ അറ്റോമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആറ്റം വരുന്നതിനെ അല്ലേ, ഒരു തന്മാത്രയിൽ ഒരാറ്റം വരുന്നതിനെ ഏക അറ്റോമിയും, ഒരു തന്മാത്രയിൽ 2 ആറ്റം വരുന്നതിനെ മലയാളംകാർ അങ്ങനെ എഴുതണേ കുഞ്ഞുങ്ങളെ, ദ്യോ അറ്റോമിക് അല്ലേ. പിന്നെ ഒരു തന്മാത്രയിൽ 3 എണ്ണം പോളി അറ്റോമിക് മോളിക്യൂൾസ് ഹാവ് 3 or more, 3ഓ അതിൽ കൂടുതലോ വരുന്നതിനെയാണ് അവരെന്ത് പറഞ്ഞത്, പോളി അറ്റോമിക് കേട്ടോ. പോളി എന്ന് വെച്ചാൽ എന്താ, ബഹു അറ്റോമിക് മൂല്യം. നമ്മളിവിടെ എല്ലാം മലയാളം ഇവിടെ ഓരോന്നിൻ്റെ എന്തുവാന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. മലയാളം മീഡിയക്കാർ കണ്ടോ, ഒന്നിൽ കൂടുതൽ 1 ഏകം എന്ന് വെച്ചാൽ മോണോ, 2 ഡൈ അറ്റോമിക് ദ്വയ അറ്റോമികം, 3 ആണെങ്കിൽ പോളി, 3ൽ കൂടുതലാണെങ്കിൽ പോളി അറ്റോമിക് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മൂലകങ്ങളുടെ രാസസൂത്രത്തെക്കുറിച്ചാവും നിങ്ങളെ അതും പറയുന്നുണ്ട്. അതായത് ഇവിടെ ഏക അറ്റോമിക മൂലകങ്ങളിൽ പ്രതീകം തന്നെയാണ് രാസസൂത്രമായി പരിഗണിക്കുന്നത്. ഏക അറ്റോമിക തന്മാത്രയിൽ പ്രതീകമായി ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ തന്മാത്രകളുടെ എണ്ണത്തെ ഇടത്തുവശത്ത് എഴുതുന്നതിനെ ഇപ്പം 2H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടത്തുവശത്ത് എഴുതുന്ന നോക്കണേ കുഞ്ഞില്ലേ, ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ തന്മാത്രകളുടെ എണ്ണത്തെ മോളിക്യൂൾസിൻ്റെ നമ്പറിനെ കേട്ടോ സൂചിപ്പിക്കുന്നു. ഇത് തന്നെയായിരിക്കും ആറ്റങ്ങളുടെ എണ്ണവും മോളിക്യൂൾസിൻ്റെ എണ്ണവും ഒന്നായിരിക്കും എന്നാണ് പറയുന്നത്. ഉദാഹരണം നോക്കിയേ, 2He 2 ഹീലിയം
ഇല്ലേ? 2 ഹീലിയം ആറ്റങ്ങൾ എന്ന് വെച്ചാൽ 2 ഹീലിയം തന്മാത്രകൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഓർത്തോണം. ഇനി നമുക്കത് എഴുതാനുണ്ട്. 3Ne എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 3Ne. നിയോൺ ആണ് Ne. ഇവിടെ എഴുതിയിട്ടുണ്ട്. 3Ne എന്ന് വെച്ചാൽ 3 നിയോൺ ആറ്റങ്ങൾ എന്ന് വെച്ചാൽ 3 നിയോൺ തന്മാത്രകളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. മനസ്സിലായോ? ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അറ്റോമികത അല്ലെങ്കിൽ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. ദ്വയാറ്റോമിക, ബഹുഅറ്റോമിക മൂലകങ്ങൾ പ്രതീകത്തിൻ്റെ വലതുവശത്ത് ഭാഗത്ത് താഴെയായിട്ട് അറ്റോമികത എഴുതിയാൽ അവയുടെ രാസസൂത്രം നമുക്ക് ലഭിക്കും. തന്മാത്രകളുടെ ആകെ എണ്ണം രാസസൂത്രത്തിൻ്റെ ഇടതുവശത്തായിട്ട് എഴുതുന്നു. മൂലകങ്ങളുടെ രാസസൂത്രത്തിൽ നിന്നും തന്മാത്രകളുടെ അവയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടെത്താം. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, 3O2 എന്ന് വെച്ചാൽ 3 ഓക്സിജൻ തന്മാത്രകൾ ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? മനസ്സിലാക്കണേ. 3 O2 എന്ന് വെച്ചാൽ ഓക്സിജൻ അല്ലേ? അപ്പം 3 ഓക്സിജൻ തന്മാത്രകളുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. ആകെ ആറ്റങ്ങളുടെ എത്ര ആണെന്ന് നോക്കുക. ആകെ എത്ര? 3 അതിനെ താണ്ടി താഴെ തരുന്ന ഇതുകൊണ്ട്, അതായത് എളുപ്പവഴിയാവും. നിങ്ങൾ ഈ ഫ്രണ്ടിലും ബാക്കിലേയും കൂടെ അങ്ങ് ഇൻഡ്യൂ ചെയ്ത് വെച്ചാൽ മതി. അപ്പം മൊത്തം കിട്ടുമെന്ന് കേട്ടോ. ഇവിടെ നോക്കിയേ, 5HCl 5 ക്ലോറിൻ ഉണ്ടെന്ന്. അപ്പോൾ 5ഉം ഈ ക്ലോറിൻ്റെ 2 കൂടെ ഇൻഡ്യൂ ചെയ്താൽ 5 × 2 10 കേട്ടോ. മനസ്സിലായോ? ഫസ്റ്റ് ടു ലാസ്റ്റ് ഇൻഡ്യൂ ചെയ്ത് വെച്ചാൽ മതി. ഇതൊക്കെ ക്ലൂ ആണ് കേട്ടോ. നോക്കിയേ, ഇവിടെ 3 ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ O2 + O2 + O2 എന്നാണ്. അങ്ങനെയും വേണേൽ എഴുതാം. 1 2 3 അല്ലേ? 2 4 6 അങ്ങനെ എഴുതാം. അതിലും എളുപ്പവഴിയാണ് 3 × 2. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ബോക്സിൽ തന്നിട്ടുണ്ട്. എല്ലാം ഞാനിങ്ങനെ എഴുതി നിങ്ങളെ കുറച്ചുകൂടെ കാര്യമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. നോക്കൂ, ചിലയിടത്തെ സബ്സ്റ്റൻസ് പദാർത്ഥം, നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം, നമ്പർ ഓഫ് ആറ്റംസ് ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഹൈഡ്രജൻ എന്ന് വെച്ചാൽ H2 എന്നാണ്. H2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്? H എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു H ആണ്. ഈ പേരൊന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മളെന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ആണ് അല്ലേ? O എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഓക്സിജൻ. ഇങ്ങനെ എല്ലാത്തിനും ഒന്നൊന്നൊന്ന് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. അപ്പോൾ H2 എന്ന് വെച്ച് കഴിഞ്ഞാൽ Hന് ഒന്നൊന്നുണ്ട് കേട്ടോ. അതാണ് ഞാനിവിടെ H2 ഇങ്ങനെ അടിച്ചത്. അപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഇടത്ത് വശത്ത് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? മോളിക്യൂൾസുകളുടെ ഇടത്ത് വശത്ത് വരുന്നതാണ്. അപ്പോൾ എത്ര ഇവിടെ ഒന്നും തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ നിങ്ങളെ ഒരെണ്ണം വന്നാൽ. അപ്പോൾ ഇവിടെ 1. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടു ലാസ്റ്റ് ഇൻഡ്യൂ ചെയ്താൽ മതിയെന്ന് അല്ലേ? 1 × 2 2 കേട്ടോ. ഇവിടെ നോക്കിയാൽ ഓക്സിജന് നമ്മുടെ ക്വസ്റ്റ്യനിലാണ് ഇങ്ങനെ ഇതേ തന്നിട്ടുള്ളൂ. ഞാനത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇവിടെ എഴുതി വെച്ചേക്കുക. 5 ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെന്നാ, 5 ഓക്സിജൻ തന്മാത്രകൾ ഉണ്ടെന്നാ അല്ലേ? അപ്പം ഫ്രണ്ടിൽ എത്ര? 5 അല്ലേ കിടക്കുന്നത്? അപ്പോൾ അതാണ് നമുക്കിവിടെ തന്മാത്രകളുടെ എണ്ണം അല്ലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നും പറഞ്ഞ് എഴുതുന്നത്. ലെഫ്റ്റിൽ എന്താണോ കിടക്കുന്നത് അതാണ് ഇവിടെ കേട്ടോ. ആ ക്ലൂ ഒക്കെ നല്ലപോലെ പഠിച്ച് വെച്ചേക്കണം നിങ്ങൾ കേട്ടോ. ഈ ക്ലൂ അറിയാവുന്നവർക്ക് എളുപ്പം എഴുതാൻ പറ്റും. എല്ലാത്തിനെയും ക്ലൂ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അതങ്ങ് ഇപ്പോൾ പഠിച്ചാൽ മതി. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് അല്ലെ? ഇടത്ത് വശത്ത് വരുന്ന 5. അപ്പോൾ അതിൻ്റെ താഴെ എത്രയാണോ കിടന്നത്? 5 × 2 10. ഇവിടെ നോക്കിയേ 6 നൈട്രജൻ 6 നൈട്രജൻ ഉണ്ടെന്നാ അല്ലേ? അപ്പോൾ 6 ഇവിടുത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെ തന്മാത്രകളുടെ എണ്ണം. അതിനെ ഈ 2 കൊണ്ട് 6 2 12. 4 ക്ലോറിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. 4 ക്ലോറിൻ തന്മാത്രകൾ അല്ലേ പദാർത്ഥം. അപ്പോൾ അതിനകത്ത് 4 ഇവിടുത്തെ. 4 × 2 8. ഇവിടെ ഒക്കെ S8 ആണ്. S8 എസിന് മുന്നിൽ വല്ലതും ഉണ്ടോ? പക്ഷെ നമുക്കറിയാം അവിടെ 1 ഉണ്ടെന്ന് കേട്ടോ. എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ 1 ഉണ്ട്. അപ്പോൾ തന്നില്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ 1 ഉണ്ടെന്ന് ഓർത്തോണം. അപ്പോൾ ഇവിടെ S എത്ര? 1. അപ്പോൾ 1 × 8 8. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാ വന്നതെന്ന്? മനസ്സിലാവുന്നുണ്ടോ? അടുത്ത അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് പരിചിതമായ ഒരു സംയുക്തമാണല്ലോ ഹൈഡ്രജന്. ഇനി നോക്കണേ കുഞ്ഞുങ്ങളെ, ഹൈഡ്രജനും ഇനി നോക്കണേ, ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്നാണ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും പ്രതീകങ്ങൾ എഴുതി നോക്കൂ. ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രകൾ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ക്ലോറിൻ ആറ്റവും അടങ്ങിയിരിക്കുന്നു. ഹൈഡ്രജനും ക്ലോറിനും അല്ലേ? ഹൈഡ്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നും തന്നിട്ടില്ലേ, അതിൻ്റെ അർത്ഥം എന്താ? ഒന്നാണെന്നല്ലേ? ക്ലോറിൻ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? അത് 1. അപ്പോൾ എന്താണ്? ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ഒരു തന്മാത്രയെ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ തന്നെ എഴുതാം, HCl 2 ഓരോന്ന് അല്ലേ? ഇതുപോലെ നമുക്കിവിടെ പൂരിപ്പിക്കാൻ ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഞാനത് ഇതിൽ തന്നെ പൂരിപ്പിച്ചേക്കോ, നിങ്ങളതങ്ങ് എഴുതണേ. നോക്കിക്കേ, നൈട്രിക് ആസിഡിനകത്തിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? അതിൻ്റെ പ്രതീകം നൈട്രജനും ഓക്സിജനും. ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 1 1 1 എന്നാണ് അല്ലേ? അവിടെ വേറെ ഒന്നുമില്ല, നൈട്രജനും ഓക്സിജനുമാണ്. അടുത്ത അമോണിയ NH അല്ലേ? അവിടെ എന്താണ്? NH എന്ന് പറയുന്നത് NH അല്ലേ? H എത്ര? NH3 ആവും നിങ്ങളെ അമോണിയ കേട്ടോ. ഇവിടെ എഴുതി NH3 ആണ് അമോണിയ. അപ്പോൾ നമ്മൾ അത് എഴുതി കൊടുക്കണം, NH3
കേട്ടോ. അവിടെ N ഒരെണ്ണവും H 3 എണ്ണവുമാണ് അല്ലേ, H 3 എണ്ണവും N ഒരെണ്ണവുമാണ്. അടുത്ത കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഓക്സിജനും കൂടാണ് കേട്ടോ. ഇവിടെ എഴുതണം കാർബണും ഓക്സിജനും കൂടാണ്. ഓക്കെ, സിയും ഓയും, കാർബണും ഓക്സിജൻ. കാർബൺ എത്ര ഉണ്ട്? 1. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് CO2 ആണ്. അവർ ഓൾറെഡി ചിലത് തന്നിട്ടുണ്ട് CO2. അപ്പം O2 C1 ഓക്കെ. അടുത്ത സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിനകത്തിൽ എന്തൊക്കെയുണ്ട്? ഹൈഡ്രജന്, സൾഫർ, ഓക്സിജനും ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് അല്ലേ. ഹൈഡ്രജൻ H, സൾഫറിന് S, ഓക്സിജന് O ഇല്ലേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണേ. സൾഫ്യൂരിക് ആസിഡിന് H2SO4 ആണേ കുഞ്ഞുങ്ങളെ കേട്ടോ. H2 S ഒരെണ്ണവും ഓക്സിജൻ 4 എണ്ണവുമാണ്. ഇതൊക്കെ നല്ലപോലെ അറിയണേ. H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് എന്താ നമുക്കറിയാം അല്ലേ. പക്ഷേ കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല നമ്മളോട് ചോദിച്ചത്, കാർബൺ ടെട്രാക്ലോറൈഡ് ആവും നിങ്ങളെ. കാർബണും ക്ലോറിനും കൂടെ ചേർന്നതാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. ഓക്കെ, ക്ലോറിൻ എത്ര ഉണ്ട് ഇവിടെ നോക്കിയേ. ക്ലോറിൻ 4 അത് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോറിൻ 4 കാർബണും കൂടെ, കാർബൺ 1 ക്ലോറിൻ 4 ഒന്നും തന്നിട്ടില്ലേ. അതിൻ്റെ അർത്ഥം എന്താ? ഒരെണ്ണം ഉണ്ടെന്നാണ്. ക്ലോറിൻ അവർ തന്നിട്ടുണ്ട് 4. അപ്പം കാർബണും ക്ലോറിനും കൂടെ ചേർന്നാണ് കാർബൺ ക്ലോറൈഡ്. ക്ലൂ പഠിച്ച് ഒരു സംയുക്തത്തിലടങ്ങിയ മൂലക ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. ഇവിടെ കുറേ എക്സാമ്പിൾ പറയുന്നുണ്ട്. അത് പറയണമെങ്കിൽ നമുക്കിവിടെ നോക്കുന്നില്ല. 2HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനങ്ങ് ചെയ്ത് കാണിക്കാം. 2HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2Hലും Clലും, അതായത് ഹൈഡ്രജനും എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലല്ലേ ഈ 2 ഇട്ട് വെച്ചേക്കുന്നത്. 2 വലിയ 2 ഇട്ട് വെച്ചിട്ട് HCl എന്ന് കൊടുത്താൽ Hനും Clനും 2 ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അത് പഠിച്ചോണേ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തന്മാത്രകളുടെ എണ്ണം അല്ലെ മോളിക്യൂൾസിൻ്റെ എണ്ണം. ഇത് ടെസ്റ്റിലെയാണ് എണ്ണം 2 ആണ്. കാരണം ഫസ്റ്റിൽ ഏതാണോ തരുന്നത് അതാണ് മോളിക്യൂൾസ് അല്ലെ തന്മാത്രകളുടെ എണ്ണം. അത് 2 ആണ് നമ്മൾ എഴുതി. ഇനി ഈ 2H എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? Hൻ്റെ അവിടെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ 2 ഈ Hനെയും Clനെയും നമ്മൾ ഇൻറ്റു ചെയ്യണം. 2 ഇൻറ്റു H അല്ല, H എന്ന് വെച്ചാൽ 1 ആണ്. 2 ഇൻറ്റു 1 2 ആണ്. 2 ഇൻറ്റു Cl എത്ര? അതും ഒന്നും തന്നിട്ടില്ലേ. അതിൻ്റെ അർത്ഥം അതും 1 എന്നാണ്. 2 ഇൻറ്റു 1 2. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 4 കിട്ടും. വല്ല മനസ്സിലാവുന്നുണ്ടോ? ഈ H എന്ന് വെച്ചാൽ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും മുന്നിൽ 2 കിടപ്പുണ്ട്. അതിൻ്റെ അർത്ഥം ഈ 2 ഹൈഡ്രജനും ക്ലോറിനെയും നമ്മൾ ഇൻറ്റു ചെയ്തു. അപ്പം നമുക്ക് ഈ 1 വന്നതെന്ന് വെച്ചാൽ ഇതിനൊന്നും തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എല്ലാം 1 ഉണ്ടെന്നാണ്. എല്ലാം ഓരോന്നുണ്ടെന്ന്. അടുത്ത് നോക്കിയാൽ 4 Sഉം O2യും. ഈ 4 Sനും കൊടുക്കണം, O2നും കൊടുക്കണം. മനസ്സിലായി? Sനൊന്നും തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ 1 ഉണ്ടെന്നാണ്. അപ്പോൾ 4 ഇൻറ്റു 1 S അല്ലേ സൾഫറിന്. ഇനി O2 ഓക്സിജന് 2 ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ 4 ഇൻറ്റു ഇങ്ങനെ ഇൻറ്റു ചെയ്താൽ മതി. 4 ഇൻറ്റു 1 വന്നത് ഇവിടെ ഒന്നും തരാത്തതുകൊണ്ട് 4 ഇൻറ്റു 1 4. 4 ഇൻറ്റു O2 വന്നതുകൊണ്ട് 4 ഇൻറ്റു 2 8. അപ്പോൾ ഇത് രണ്ടും കൂടെ 12. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി വലിയ ഒരെണ്ണം തന്നിട്ടുണ്ട്. 3 ഇട്ടിട്ട് C2H5OH. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 3 ഉണ്ട് ഇവിടെ എല്ലായിടത്തെയും മോളിക്യൂൾസ് അറിയണേ. കാരണം ഈ ഫസ്റ്റ് തരുന്ന ഈ മോളിക്യൂൾസ് കേട്ടോ എല്ലാത്തിൻ്റെയും. ഇവിടെ 4, ഇവിടെ 3 ഇതൊക്കെ. ഇനി ഇവിടെ നോക്കൂ നിങ്ങളെ, ഈ 3 C2ന് കൊടുക്കണം, H5ന് കൊടുക്കണം, OHനും കൊടുക്കണമെന്ന്. ഫസ്റ്റിൽ തരുന്ന ആ വലിയ നമ്പർ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ക്ലൂ അടിച്ചാൽ മതി. അത് എല്ലാവരെയും കൊണ്ടും ഇൻറ്റു ചെയ്യണം. ഇവിടെ നോക്കിയേ 3 എന്ന് C2ന് കൊടുക്കണം. കാർബണാണ് SE. അപ്പം 3 ഇൻറ്റു 2 6. അടുത്ത 3 ഇൻറ്റു H എത്ര? 5. അപ്പോൾ 3 ഇൻറ്റു 5 എത്ര? 15. ഇനി ഒരു H കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ. H ഇവിടെ ഒരെണ്ണം മാത്രം, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 3 ഇൻറ്റു ഈ Hന് ഒന്നുമില്ല. അപ്പോൾ 1. Hന് ഒന്നും എണ്ണ വിട്ടില്ലെങ്കിൽ നമ്മൾ 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ 3 ഇൻറ്റു 1 3 അല്ലേ. ഇനി ഒരു ഓക്സിജൻ ഉണ്ടല്ലോ. എത്ര? ഓക്സിജനും 1 ഒന്നുമില്ല. അപ്പോൾ 1 3 ഇൻറ്റു 1 3. അപ്പോൾ ഇത് എല്ലാം കൂടെ കൂട്ടുമ്പം 27. വല്ല മനസ്സിലാവുന്നുണ്ടോ എന്തുവാന്ന്? എൻ്റെ കുഞ്ഞുങ്ങളെ വാല്യൂ ഒന്നും തന്നില്ലെങ്കിൽ ഇപ്പം നോക്കിയേ, സിക്ക് 2 കൊടുത്തിട്ടുണ്ട്, Hന് 5 കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നും കൊടുത്തിട്ടില്ല, Hനും കൊടുത്തിട്ടില്ല. ഈ കൊടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം 1 ഉണ്ടെന്നതിൻ്റെ ഒരു Oയും ഒരു Hയും ഉണ്ടെന്നാണ്. അപ്പം നമ്മൾ ഈ 3നെ ഇതുകൊണ്ടും ഇൻറ്റു ചെയ്യുക. ആ ഇൻറ്റു ചെയ്ത് കിട്ടുന്നതിൻ്റെ ടോട്ടൽ ചെയ്തു. അത്രയേ ഉള്ളൂ കേട്ടോ. കൂടുതൽ ഞാൻ പറഞ്ഞ് തല പെരിപ്പിക്കുന്നില്ല. ഇനി അതിൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ടാണ്ട് 2. ഇപ്പം ഇതുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
2C6H12O6 ഈ 2 ചെന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനെയും കാണണം, ഇതിനെയും കാണണം, ഇതിനെയും കാണണം എന്ന് ഇപ്പം മനസ്സിലായി കാണുമായിരിക്കും ഇല്ലേ. ഇതിനെയും കാണണം, ഇതിനെയും കാണണം, ഇതിനെ. അപ്പം 2 പോയിട്ട് സിയുടെ 6നെ കണ്ടു. കണ്ടേ, ഇതിൻ്റെ മൊത്തം വാല്യൂ മൊത്തം എന്നുള്ളത് നമ്പർ ഓഫ് മോളിക്യൂൾസ് 2 ആണ്. 2 പോയി 6നെ കണ്ടു 12, 2 പോയി Hൻ്റെ 12നെ കണ്ടു 24, 2 പോയി Oയുടെ 6നെ കണ്ടു 12. അതായത് അണ്ടി കിടക്കുന്നതിനെ ഇൻഡ്യൂ ചെയ്താൽ മതിയെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. കണ്ടോ, കാണുമ്പോൾ അത് മനസ്സിലാക്കി. എന്നിട്ട് ഈ കിട്ടിയത് മൊത്തം കൂടെ ടോട്ടൽ ചെയ്തപ്പോൾ 48. അത്രയേ ഉള്ളൂ കേട്ടോ. കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവത്തില്ല. അതുകൊണ്ട് എളുപ്പ വഴിയിലാണ് ഇതെല്ലാം പറഞ്ഞത്. ക്ലൂ വെച്ച് പഠിച്ചോണം. ലാസ്റ്റ് പേജിനകത്ത് കാർബൺ ഓക്സിജനുമായിട്ട് സംയോജിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിലെ മാറ്റങ്ങളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ സൂചിപ്പിക്കുന്ന രീതിയെ നമ്മൾ രാസസമവാക്യം എന്നാണ് പറയുന്നത്. കാൽസ്യം കാർബണേറ്റിനെയാണ് കാക്കോ3 എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ സിനിമയ്ക്കകത്തിലെ കാക്കോ3? അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. CaCO3ക്കാണ് ഈ കാക്കോ3 എന്ന് പറയുന്നത്, കാൽസ്യം കാർബണേറ്റ് അല്ലേ. ഇത് വിഘടിക്കുമ്പോൾ നമുക്ക് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് അതങ്ങ് മാറുന്നു. ഈ രാസപ്രവർത്തനത്തെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാമെന്നും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എഴുതിയില്ല നിങ്ങളെ, കൂടുതൽ ഞാൻ എഴുതി. കാരണം ഇതിനെ വിഘടിക്കുമ്പോൾ ഇതാകുന്നു എന്ന് നിങ്ങൾ പഠിക്കുക. ഏതാ? കാൽസ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും ഇത് പരീക്ഷ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡുമാണ് കേട്ടോ. അതൊക്കെ പഠിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൻ്റെ മൊത്തം നമ്മൾ പറഞ്ഞു. ഇനി ലെറ്റസസ് ആണ്. അത് വേണമെങ്കിൽ ഞാൻ ഫില്ല് ചെയ്ത് തരാം. ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും നമ്മൾ ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ചാപ്റ്റർ 2 ഇനി ആർക്കും കിട്ടിയില്ല എന്ന് പറയല്ലേ. നമ്മൾ പാർട്ട് 1, 2, 3 ഒക്കെ ഇട്ടതാണ്. എന്നാലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ചില കൊണ്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സ് ഇട്ട് ചാപ്റ്റർ 2 കിട്ടുന്നില്ല, 4 കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ ഒന്നും കൂടി അങ്ങ് ഇട്ടതാ. മൊത്തം നോട്ട് കൊണ്ട് കുഞ്ഞുങ്ങളെ ചാപ്റ്റർ 2. അപ്പോൾ 1ഉം 2ഉം ഫുള്ള് നോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. കമൻറ്റിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.